ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു പോത്തിൻ്റെ കരൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നോക്കാം. അപ്പോൾ അതിന് ആവശ്യത്തിന് 1/2 കിലോ കരളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്കൊരു നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാട്ടോ. അതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഒരു 3-4 അല്ലിക്ക് വെളുത്തുള്ളി ചതച്ചതും ഒരു ശകലം ഇഞ്ചിയും കൂടെ ഇട്ട്, പിന്നെ അതിനകത്ത് പൊടികളിടുന്നത് ഒരു ശകലം ഗരം മസാല, ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണിന് കുരുമുളകും ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം മുളക് പൊടി അത് ഇട്ടാച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇനി ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ എന്താ പറയുക, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ വെളിച്ചെണ്ണ കേട്ടോ, ഒരു 2 സ്പൂണിന് മുകളിൽ എണ്ണയുണ്ട്. അപ്പോൾ അതിലേക്ക് അത് ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം മൂത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു കുറേശ്ശെ മതി കേട്ടോ, 1/2 കിലോ അല്ലേ ഉള്ളൂ അതിനുള്ളത്. അപ്പോൾ അത് കൊടുക്കാം. പിന്നെ ഒരു സബോള മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞതാണ്, അത് കൂടി കൊടുക്കാം. ഇനി നല്ല ഒരു ബ്രൗൺ കളർ ആകണം വരെ നമുക്ക് മൂപ്പിക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ അരപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള മതി കേട്ടോ. നമ്മൾ കരൾ വേവിച്ചപ്പം ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ച് ഉപ്പിട്ട് വെക്കാൻ മതി. ഈ ഓയിൽ വെച്ചിട്ട് നമുക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടെ, ഇതിലൂടെ ഒരു ഇച്ചിരി ഗരം മസാല ഇടാം. ഇത്രയൊക്കെ നന്നായിട്ട് വഴറ്റാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കരൾ ഇപ്പം ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്രേവി ചേർത്ത് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ അരപ്പെല്ലാം പിടിച്ച് പറ്റി വരുന്ന വരെ നമുക്ക് തിളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കരൾ ഫ്രൈ ചെയ്തത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല കുരുമുളകിൻ്റെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നല്ല രസമായിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കരൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.